കളങ്കാവൽ പ്രീ റിലീസ് ടീസർ നമ്പർ 2 ഇപ്പൊ റിലീസായിരിക്കുകയാണ്. ദ മച്ച് അവൈറ്റഡ് കോംബോ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ മമ്മൂക്ക വിനായകൻ, ഈ രണ്ട് അൾട്ടിമേറ്റ് കോംബോ. അതും മമ്മൂക്കയുടെ ഒരു എന്താ പറയുക, ഒരു ഡാർക്കർ ഷെയ്ഡ് പോർട്രേ ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് ഫസ്റ്റ് ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. ഇതും കൂടി കാണുമ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് 1 മണിക്കൂർ മുമ്പ് ഒരു പ്രീ റിലീസ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഡിസംബർ 5, അതായത് ഈ ഫ്രൈഡേ പടം ഇറങ്ങാൻ പോവാണ്. FDFS ലോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷനോട് കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ കളങ്കാവൽ. അതിന് ഈ 2 പേര് മാത്രം മതി. ഫസ്റ്റ് കണ്ട ടീസറും തന്നെ അത്രത്തോളം ഹൈപ്പിലാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ ഇതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല 1-1.5 കിടുക്കാച്ചി ഐറ്റായിരിക്കും. നമുക്ക് വേറെ ഒന്നും നോക്കാണ്ട് ഉറപ്പിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ടീസർ റിയാക്ഷനിലോട്ടേക്ക് കടക്കാം. 3, 2, 1 ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ട്രെയിലർ. என் தங்கச்சி தான் சார். இந்த பெங்கள ஜீவிதம் அவ எங்களோட பொண்ணு தான் சார். அவ திரும்பி வருவாளா சார்? മോനെ മമ്മൂട്ടി കമ്പനി നായകനാണ് വിനായകൻ. പിന്നീട് കൊല്ലാന്നുള്ളത് എനിക്കൊരു ഹരമായി മാറി. വിനായകനാണ് കൊല്ലുന്നത്. ജിതിൻ കെ ജോസ്. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലും. ഇത്രയും പെൺപിള്ളേരെ കൊന്നു, അതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മോനെ മമ്മൂക്കയുടെ ആ ഒരു ഷെയ്ഡ്, വിനായകൻ എന്താ പറയണ്ട, അല്ല കിട്ടുക്കാച്ചി ടീച്ചർ. ഇനി ഇതിന്റെ അപ്പുറത്തേട്ടേക്ക് ഒരു സാധനം ഇറക്കേണ്ട ആവശ്യമില്ല ഇവർക്ക്. ആ രീതിയിലാണ് സംഭവങ്ങൾ പോയിരിക്കുന്നത്. ആ രീതിയിലത്തെ നല്ല കിഡിൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ലെവൽ ഐറ്റം. അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലിപ്പോ കുറെ ഫീമെയിലിനെ കാണിച്ചിട്ടുണ്ട്. ആ സ്ത്രീ ക്യാരക്ടേഴ്സിനൊക്കെ തട്ടിയിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഇത് റിയൽ ലൈഫ് ഒരു സംഭവമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഈ ഫസ്റ്റ് ടീസർ വന്നതിന് ശേഷം ഒരുപാട് ന്യൂസ് ചാനൽസിലും കാര്യങ്ങളിലെല്ലാം ഒരാളുടെ സംഭവം കാണിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഇൻസിഡന്റിന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിലുള്ള പല സംഭവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും മമ്മൂട്ടി കമ്പനി പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ജം ഓഫ് എ പ്രൊജക്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. ജം ഓഫ് എ പ്രൊജക്ട്സ്. അത് നൻപകൽ നേരത്ത് മയക്കായിക്കോട്ടെ, അങ്ങനെ ഇവരുടെ ഫിലിമോഗ്രാഫിയിലുള്ള എല്ലാ പടവും ഗ്രേറ്റ് ആണ്. ഇത് മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവും കൂടിയാണല്ലോ. ഒരു 7-8 മാസത്തെ ഗ്യാപ്പിന് ശേഷം റിലീസ് ആവുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്ടേഷനും വെയിറ്റിംഗ് എല്ലാം നല്ല പക്കയാണ്. ഫാൻസും ബാക്കിയുള്ള ആൾക്കാരും എല്ലാം കൂടി ഒരു എന്താ പറയുക, ഒരു മെറിറ്റ് ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് ആ സിനിമ വിജയിപ്പിക്കുമ്പോൾ അത് അതിലേറെ വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും കിടു വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ എന്താണ് ടീച്ചർ കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയിൽ വന്നിരിക്കുന്ന ഓരോ സിനിമയും പ്രോമിസിങ് ക്വാളിറ്റി വർക്കാണ്. ഞാൻ ഒട്ടുമിക്ക സിനിമകളും മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തിയേറ്ററിൽ തന്നെ കണ്ടിട്ടുണ്ട്. അല്ലാത്ത സിനിമ OTT-ലായിട്ടും കണ്ടിട്ടുള്ളതാണ്. മികച്ചത് എന്തായാലും ഒരു കിടിലം വർക്ക്. എസ്പെഷ്യലി മമ്മൂക്ക ഇതുപോലെയുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിലൊക്കെ എപ്പോഴും വരുമ്പോൾ അത് നാഷണൽ ലെവലിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും കൾട്ട് ക്ലാസിക് വർക്കുകളായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചു മുമ്പേ വരെ വിധേയൻ മൂവി ഒരു പകുതി വരെ കണ്ടിട്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ പാലേരി മാണിക്യം ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകൾ മമ്മൂക്കയുടെ അങ്ങനത്തെ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ട്. എന്നാലും പോളി ഐറ്റം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ ദ തിയേറ്റേഴ്സ്. Until then, take care guys and bye.